ചില സ്ത്രീകൾ സാരി ധരിച്ചാൽ നമുക്ക് നോക്കാതിരിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് ഭംഗിയായിരിക്കും. അത് ചിലപ്പോൾ അത്ര വില കൂടിയ സാരി ആയിരിക്കണമെന്നില്ല, അത്ര ഭംഗിയുള്ള സാരി ആയിരിക്കണമെന്നുമില്ല. എന്നാൽ എന്തോ ഒരു പ്രത്യേക ഭംഗി നമുക്ക് തോന്നാറില്ലേ? അവരുടെ മുഖത്ത് ഒരു പ്രത്യേകമായ എലഗൻസ് കാണാം, ഒരു കോൺഫിഡൻസ് കാണാം. അത്തരത്തിൽ എനിക്ക് സാരിയിൽ വളരെ സുന്ദരിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു ബോളിവുഡ് ആക്ട്രസ്സാണ് രേഖ. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഭയങ്കര സൗന്ദര്യമുള്ളതായിട്ട് തോന്നിയിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സ്ത്രീകളെ ഏറ്റവും സുന്ദരികളായി കാണിക്കുന്ന ഒരു വസ്ത്രമാണ് സാരി എന്ന് പറയുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ സാരി ധരിച്ച് കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്തോ ഒരു കുറവുണ്ട് എന്നതുപോലെ തോന്നിയിട്ടുണ്ടോ? പ്രായം കൂടുമ്പോൾ എനിക്ക് ഈ സാരി അത്ര സ്യൂട്ടാവില്ലേ എന്ന് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ചെറിയ ചില കാര്യങ്ങളാണ് അതിന് കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു 40 കഴിഞ്ഞാലും അതിസുന്ദരിയായിട്ട് നിങ്ങളെ സാരിയിൽ കാണാൻ സഹായിക്കുന്ന ഒരു 5 കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാരി തിരഞ്ഞെടുക്കുന്നതാണ്. പ്രായം കൂടുമ്പോൾ പല സ്ത്രീകളും ഒരു വലിയ തെറ്റ് ചെയ്യാറുണ്ട്. അത് എന്താണെന്നറിയാമോ? അവർ വിചാരിക്കും ഇനി ഞാൻ ലൈറ്റ് കളേഴ്സ് മാത്രം ധരിക്കണം, ഡാർക്ക് കളേഴ്സ് ഉപയോഗിച്ചാൽ ശരിയാകില്ല എന്ന്. പലപ്പോഴും മക്കളും അമ്മമാർക്ക് സാരി വാങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള പേസ്റ്റൽ കളേഴ്സാണ് തിരഞ്ഞെടുക്കാറുള്ളത്. കാരണം അമ്മയ്ക്കിനി ബ്രൈറ്റ് കളർ സ്യൂട്ട് ആവില്ല എന്നൊരു ധാരണ. പക്ഷേ സത്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു മിസ്കൺസെപ്ഷൻ ആണ്. ആക്ച്വലി ശരിയായ രീതിയിൽ സെലക്ട് ചെയ്താൽ ഡാർക്ക് കളേഴ്സാണ് നിങ്ങളെ കൂടുതൽ എലഗൻ്റായും സ്ലിമ്മറായും യൂത്ത്ഫുള്ളായിട്ടും കാണിക്കുന്നത്. കാരണം ഡാർക്ക് ഷെയ്ഡ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതിനാൽ നമ്മുടെ ബോഡി ഷേപ്പ് കൂടുതൽ ടോൺഡ് ആയിട്ട് കാണും. അതേസമയം ലൈറ്റ് കളേഴ്സ് ചിലപ്പോൾ ഒരു ഡൾ ലുക്ക് നൽകുകയും ചെയ്യും. മുഖത്തെ ആ ടയർഡ്നെസ് ഒക്കെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യാം. കാരണം ഒരു 40കൾക്കൊക്കെ ശേഷം കൃത്യമായൊരു സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുഖം വളരെയധികം ഡള്ളായി കാണാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ലൈറ്റ് കളേഴ്സ് അവോയ്ഡ് ചെയ്യണമെന്നല്ല, പക്ഷേ ലൈറ്റ് കളേഴ്സ് മാത്രം ധരിക്കണം എന്ന ധാരണ ഒന്ന് മാറ്റിയെടുക്കണം. ഡീപ്പ് മെറൂൺ, ബോട്ടിൽ ഗ്രീൻ, നേവി ബ്ലൂ, വൈൻ ഷെയ്ഡ്സ് പോലുള്ള റിച്ച് കളേഴ്സ് 40 കഴിഞ്ഞ സ്ത്രീകൾക്ക് വളരെ റോയലായ ഒരു ലുക്ക് നൽകും. സിമ്പിളായിട്ട് പറഞ്ഞാൽ കളറാണ് നിങ്ങളുടെ ലുക്കിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. ശരിയായ കളർ ചൂസ് ചെയ്താൽ പ്രായം കുറച്ച് കാണിക്കാൻ പോലും അത് സഹായകമാവും. അതുപോലെ തന്നെ പ്രധാനമാണ് സാരി തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഫാബ്രിക്. ഇത് പലർക്കും ചെറിയ കാര്യമാണെന്ന് തോന്നും, പക്ഷേ ആക്ച്വലി ലുക്കിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണിത്. 40 കഴിഞ്ഞ സ്ത്രീകൾക്ക് സാരി തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ലത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, ഒരു ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ്. ഉദാഹരണത്തിന് ഷിഫോൺ, ജോർജറ്റ്, സോഫ്റ്റ് സിൽക്ക് പോലുള്ള ഫാബ്രിക്സ് ധരിക്കുമ്പോൾ സാരി ബോഡിയിൽ ഇങ്ങനെ നീറ്റായിട്ട് നിൽക്കും. അതുകൊണ്ട് ഓവറോൾ ലുക്ക് വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് തോന്നും. പലപ്പോഴും ഹെവി ആയിട്ടുള്ള കട്ടിയുള്ള സാരികൾ തിരഞ്ഞെടുക്കുമ്പോൾ ബോഡി കുറച്ച് ബൾക്കായിട്ട് തോന്നിക്കാനും മൂവ്മെൻറ്റ് പോലും കംഫർട്ടബിൾ ആകാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റിഫായതോ വളരെ വെയിറ്റ് ഉള്ളതോ ആയ സാരികൾ ഒഴിവാക്കി ഫ്ലോയുള്ള ബോഡിയോടൊപ്പം നാച്ചുറലി മൂവ് ചെയ്യുന്ന ഫാബ്രിക്സ് തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. അതായത് ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കംഫർട്ടബിളായും എലഗൻ്റായും എഫർട്ട്ലെസ് ആയി സുന്ദരിയായി കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് സാരിയിൽ നമ്മൾ സുന്ദരിയായി കാണണമെങ്കിൽ സാരിയേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്ലൗസ്. പല സ്ത്രീകളും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയാമോ? അവർ സാരി തിരഞ്ഞെടുക്കാൻ വളരെ സമയം ചെലവഴിക്കും, പക്ഷേ ബ്ലൗസിന് അത്ര പ്രാധാന്യം കൊടുക്കില്ല. എന്നാലൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഫേസ്, നെക്ക്, പോസ്ചർ എല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നത് ബ്ലൗസാണ്. സാരിയിൽ നമ്മൾ സുന്ദരിയായി കാണണമെങ്കിൽ ബ്ലൗസിൻ്റെ നെക്ക് ഡിസൈൻ വളരെ പ്രധാനമാണ്. പലർക്കും ഇത് ചെറിയ കാര്യമാണെന്ന് തോന്നും, പക്ഷേ ആക്ച്വലി ഇത് നമ്മുടെ മുഖത്തിൻ്റെ ലുക്ക് തന്നെ മാറ്റും. ഉദാഹരണത്തിന് വീനെക്ക് ഡിസൈൻ ഉപയോഗിച്ചാൽ നമ്മുടെ കഴുത്ത് കുറച്ച് നീളം കൂടിയതുപോലെയും മുഖം സ്ലിം ആയതുപോലെ തോന്നുകയും ചെയ്യും. അതുപോലെ അല്പം ഡീപ്പ് നെക്ക് ഡിസൈൻസ് അത് വളരെ അധികമാകേണ്ടതില്ല. ആ ഒരു ഡിസൈൻ നമുക്ക് ഒരു എലഗൻസ് നൽകും. അതായത് നമ്മളെ കൂടുതൽ നീറ്റായും സ്റ്റൈലിഷ് ആയിട്ടും അത് കാണിക്കും. പക്ഷേ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയ ഹൈ നെക്ക് ഡിസൈൻസ് ചിലപ്പോൾ മുഖം കൂടുതൽ ഹെവി ആയി തോന്നിക്കാനുമുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് പ്രായം കൂടുമ്പോൾ. അതുകൊണ്ട് മുഴുവൻ കവർ ചെയ്യുന്ന ഡിസൈനേക്കാൾ അല്പം തുറന്ന സിമ്പിളായ നെക്ക് ഡിസൈൻസ് ആണ് കൂടുതൽ സ്യൂട്ടാവുക. സിമ്പിളായി പറഞ്ഞാൽ ശരിയായ നെക്ക് ഡിസൈൻ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ മുഖത്തെ കൂടുതൽ സുന്ദരമായി കാണിക്കാനായിട്ട് സഹായിക്കുന്നതായിരിക്കും.
ഇനി അടുത്തത് ബ്ലൗസിൻ്റെ സ്ലീവ്സിനെ കുറിച്ച് പറയാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് 40 കഴിഞ്ഞ സ്ത്രീകൾക്ക് പ്രായം മുൻപോട്ട് പോകുമ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് ഫാറ്റ് കൂടുകയും സ്കിൻ അല്പം ലൂസായി തോന്നുകയും ചെയ്യുന്നത് സാധാരണമാണ്. ഇത് വളരെ നാച്ചുറലാണ്, അതിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ലീവ് സ്റ്റൈല് കൊണ്ട് ഈ ഭാഗം വളരെ മനോഹരമായിട്ട് ബാലൻസ് ചെയ്യാൻ കഴിയും. പല സ്ത്രീകളും ഹാഫ് സ്ലീവ് അല്ലെങ്കിൽ വളരെ ടൈറ്റ് സ്ലീവ് തിരഞ്ഞെടുക്കാറുണ്ട്. പക്ഷേ ഇവർ രണ്ടും എല്ലായ്പ്പോഴും എല്ലാവർക്കും സ്യൂട്ടാകണമെന്നില്ല. ഹാഫ് സ്ലീവ് ആയാൽ കയ്യിലെ ബൾക്കി ഭാഗം കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാം. അതുപോലെ വളരെ ടൈറ്റ് സ്ലീവ് ആയാൽ കൈ കൂടുതൽ തടിയുള്ളതുപോലെ തോന്നാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് സേഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എൽബോ ലെങ്ത് സ്ലീവ്സ് ആണ്. അതായത് കൈമുട്ട് വരെയോ അതിനടുത്ത് വരെയോ വരുന്ന സ്ലീവ്സ്. ഇത് കയ്യെ നീറ്റായി കവർ ചെയ്ത് ലുക്ക് ബാലൻസ്ഡ് ആക്കും. അതുപോലെ 3/4 സ്ലീവ്സ് പോലും വളരെ ക്ലാസി ലുക്ക് നൽകും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫിറ്റിംഗ് ആണ്. സ്ലീവ് വളരെ ടൈറ്റ് ആകാനും പാടില്ല, വളരെ ലൂസ് ആകാനും പാടില്ല. നാച്ചുറലായിട്ട് ഫിറ്റ് ആകുന്ന രീതിയിലായിരിക്കണം. സിമ്പിളായി പറഞ്ഞാൽ ശരിയായ സ്ലീവ് ലെങ്തും ഫിറ്റിങ്ങും തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ കൈയുടെ ഷേപ്പ് എന്തായാലും നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സാരി ധരിക്കാൻ കഴിയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാരി എങ്ങനെ ഉടുക്കുന്നു എന്നതാണ്. അതായത് ഡ്രേപ്പിംഗ്. ഒരേ സാരി ആയാലും അതെങ്ങനെ ഉടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ലുക്ക് മുഴുവനും മാറുന്നത്. പലരും പ്ലീറ്റ്സ് ഇടുമ്പോൾ അലക്ഷ്യമായിട്ട് ഇടാറുണ്ട്. പക്ഷേ പ്ലീറ്റ്സ് നീറ്റായിട്ട് ഒരേ വലിപ്പത്തിൽ സെറ്റ് ചെയ്താൽ തന്നെ ലുക്ക് വളരെ ക്ലീൻ ആയിട്ട് തോന്നും. സമയമെടുത്ത് ഒന്ന് ശരിയായി പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ സാരി വളരെ ടൈറ്റായിട്ട് കെട്ടേണ്ടതില്ല. കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ബോഡിയോടൊപ്പം നാച്ചുറലി ഫിറ്റായിട്ട് നിൽക്കുന്ന തരത്തിൽ ആണ് സാരി നമ്മൾ ഉടുക്കേണ്ടത്. ഇപ്പോൾ ട്രെൻഡിങ് സ്റ്റൈൽ പോലും അതാണ്. വളരെ ടൈറ്റ് അല്ല, എന്നാൽ വലിയ ലൂസും അല്ല. നീറ്റ് ആൻഡ് റിലാക്സ്ഡ് ലുക്ക്. പല്ലുവും വളരെ ടൈറ്റായി പിൻ ചെയ്ത് വെക്കുന്നതിനേക്കാൾ അല്പം ലൂസായിട്ട് ഷോൾഡറിൽ നാച്ചുറലായിട്ട് വീഴുന്ന രീതിയിൽ വെച്ചാൽ അത് കൂടുതൽ എലഗൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അതായത് സാരി ധരിക്കുമ്പോൾ ഓവർ ടൈറ്റ് ആകാതെയും അലക്ഷ്യമായി ഇടാതെയും നീറ്റായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഡ്രേപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്കതൊരു എലഗൻ ലുക്ക് നൽകുന്നതായിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മേക്കപ്പും ഗ്രൂമിങ്ങുമാണ്. ശരിക്കും പറഞ്ഞാൽ 40 കഴിഞ്ഞ പല സ്ത്രീകളും ഈ ഭാഗം പൂർണ്ണമായിട്ടും അവഗണിക്കാറുണ്ട്. ഇനി എനിക്ക് ഇതൊന്നും വേണ്ട, പ്രായമായില്ലേ, ഇങ്ങനെയൊക്കെ നടന്നാൽ ആളുകൾ എന്തു പറയും എന്നൊരു ചിന്ത നിങ്ങളിൽ പലർക്കും ഉണ്ടാകും. ചിലപ്പോൾ വീട്ടിലുള്ളവർ തന്നെ പറയാം. അങ്ങനെയും കൂടെ ആകുമ്പോൾ കൂടുതലായി അവനവനെ തന്നെ അവഗണിച്ച് കൂടുതൽ വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇന്ന് വരെ നിങ്ങളിൽ പലരും നിങ്ങളുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്കായി ജീവിച്ചു തീർത്തവരാണ്. കുടുംബത്തിനായിട്ട്, മക്കൾക്കായിട്ട്, എല്ലാവർക്കും വേണ്ടി. നിങ്ങളുടെ സന്തോഷങ്ങൾ പോലും പലപ്പോഴും നിങ്ങൾ തന്നെ പിന്നിലേക്ക് മാറ്റിയിട്ടുണ്ടാകും. പക്ഷെ ഒരു നിമിഷം സമാധാനത്തോടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്കും ഒരു ജീവിതമുണ്ട്, നിങ്ങൾക്കും സന്തോഷിക്കാൻ അവകാശമുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളെ തന്നെ അവഗണിക്കരുത്. മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ചിന്തിച്ച് ജീവിക്കുന്നതിൽ നിന്നും ഒന്ന് പുറത്തേക്ക് വരിക. നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ജീവിച്ചത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ആർക്ക് വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങൾ മുഴുവൻ മാറ്റിവെച്ചു? ആർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ വിട്ടുകൊടുത്തു? പക്ഷേ ഒരിക്കൽ പോലും നിങ്ങൾക്കായി നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇത്രയും സ്നേഹത്തോടെ എല്ലാം കൊടുത്ത ആ മനുഷ്യർ തന്നെ ഒരു ദിവസം നിങ്ങളുടെ ചെറിയ ഇഷ്ടങ്ങൾ പോലും നിഷേധിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, സ്നേഹമെന്നത് ശരിക്കും എന്താണ് എന്ന്. സ്നേഹമെന്നത് നമ്മളെ നഷ്ടപ്പെടുത്തുന്നതല്ല, നമ്മളെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും നമ്മളെ സന്തോഷത്തോടെ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അതിനാൽ ഇനി ഒരിക്കലും നിങ്ങളെ നിങ്ങൾ തന്നെ മറക്കരുത്. കാരണം നിങ്ങൾക്കും വിലയുണ്ട്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും വിലയുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ഡ്രസ്സ് ചെയ്യാൻ, നിങ്ങളെ നീറ്റായി സൂക്ഷിക്കാൻ, കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ, അതിനുള്ള മുഴുവൻ അവകാശങ്ങളും നിങ്ങൾക്കുണ്ട്. സന്തോഷം നിങ്ങളെ തേടി വരേണ്ടതല്ല, നിങ്ങൾ തന്നെ അത് തിരഞ്ഞെടുക്കേണ്ടതാണ്, ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് ഗ്രൂമിംഗ് എന്നത് മറ്റുള്ളവർക്കായി ചെയ്യുന്ന ഒന്നല്ല, അത് നമ്മൾക്ക് തന്നെ നമ്മളെക്കുറിച്ച് നല്ലതായി തോന്നാൻ വേണ്ടിയുള്ളതാണ്. രാവിലെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ നീറ്റാണ്, ഞാൻ പ്രസൻറ്റബിൾ ആണ് എന്ന് തോന്നുന്നത് തന്നെ ഒരു വലിയ കോൺഫിഡൻസ് നൽകും. അതുപോലെ മേക്കപ്പ് എന്നത് ഹെവി ആയി ചെയ്യണമെന്നൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നാച്ചുറൽ ഗ്ലോ വരുന്ന രീതിയിൽ ചെയ്താൽ മതി. ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, അതിന് മുകളിൽ ഒരു BB ക്രീം അല്ലെങ്കിൽ കുറച്ച് പൗഡർ ആണെങ്കിലും മതി, അത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ചെറുതായി ഒന്ന് കണ്ണെഴുതി ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് ഇത്രയും മതി, ഇത്ര മാത്രം മതി മുഖം ഫ്രഷ് ആയിട്ട് കാണാനായിട്ട്. ഇത് മുഖത്തെ ഡൾനെസ് കുറയ്ക്കാനും ആ ഒരു ടയേർഡ് ലുക്ക് മാറ്റാനും സഹായിക്കുന്നതായിരിക്കും. അതുപോലെ ഹെയറും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്.
എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് തലമുടി നിറയെ എണ്ണയൊക്കെ തേച്ച് നിങ്ങൾ പുറത്തേക്ക് ഒരിക്കലും പോകരുത്. നിങ്ങളുടെ മുടി ഷാമ്പൂ ഒക്കെ ഇട്ട് ഡ്രൈ ആക്കി വേണം പുറത്തേക്ക് പോകാനായിട്ട്. മുടി നന്നായി ഒതുക്കി കെട്ടി വെക്കുകയോ അല്ലെങ്കിൽ അഴിച്ചിട്ട് പോകാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അഴിച്ചിടുകയോ ചെയ്യാം. അതുപോലെ മുടിയൊക്കെ ലെവൽ ചെയ്ത് കട്ട് ചെയ്തിടാനും ഒക്കെ നിങ്ങളൊന്ന് ശ്രമിക്കുക. അതുപോലെ മുടിയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളർ ചെയ്ത് ഒന്ന് കറുപ്പിക്കുക. അതുപോലെ സാരിക്ക് ചേരുന്ന ചെറിയ കമ്മലുകൾ അല്ലെങ്കിൽ വളകളോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഹെവി ആയിട്ടുള്ളതൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ളത് മതി. പലരും വർഷങ്ങളായിട്ട് കഴുത്തിൽ ഒരു ഗോൾഡിൻ്റെ ചെയിൻ ഉണ്ടാകും, ഒരു കമ്മലുണ്ടാകും. ഇത് തന്നെയായിരിക്കും ഏത് സാരി ഉടുത്താലും എവിടെ പോയാലും നിങ്ങൾ ഇട്ടുകൊണ്ട് പോവുക. ഇനി മുതൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ സാരിക്ക് ചേരുന്ന ഒരു കമ്മലിടുക, കുറച്ച് ഭംഗിയുള്ള കുപ്പിവളകളൊക്കെ വാങ്ങിയിടുക. ഇതൊക്കെ ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും എന്നൊക്കെ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലേ? അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങളുടെ കൈകൾക്കും മനോഹരങ്ങളായ കുപ്പിവളകൾ ചേരും, നല്ല കമ്മലുകൾ ചേരും. നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ഒരുങ്ങി നോക്കൂ. ഒരുപക്ഷെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് സാരിയുടെ കൂടെ അതൊക്കെ അണിയുമ്പോൾ ഓവറോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഭംഗി ഫീൽ ചെയ്യും. എക്സ്പെൻസീവ് പ്രോഡക്ട്സ് ഒന്നും ആവശ്യമില്ല. സിമ്പിളായ കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയി ചെയ്യുന്നതാണ് പ്രാധാന്യം. ഇനി ഏറ്റവും അവസാനത്തെ കാര്യമെന്ന് പറയുന്നത് കോൺഫിഡൻസും പോസ്ചറുമാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഏത് സാരി ധരിച്ചാലും എന്ത് മേക്കപ്പ് ചെയ്താലും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ആ ലുക്ക് പൂർണ്ണമാകില്ല. 40 കഴിഞ്ഞാൽ പല സ്ത്രീകളും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇനി ഞാൻ മുൻപത്തേതുപോലെയൊന്നുമല്ല, ഇനി ഞാൻ സിമ്പിളായിട്ട് നടക്കാം എന്നൊരു ചിന്ത. അത് പയ്യെ പയ്യെ നമ്മുടെ ഒരു പോസ്ചറിലും റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ സ്വയം അറിയാതെ കുനിഞ്ഞു നടക്കും. സംസാരിക്കുമ്പോൾ പോലും ഒരു ഹെസിറ്റേഷൻ ഉണ്ടാകും. പക്ഷേ ഒരു ചെറിയ മാറ്റം കൊണ്ട് തന്നെ വലിയ ഡിഫറൻസ് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങളൊന്ന് നേരെ നിൽക്കാൻ തുടങ്ങുക. ഷോൾഡേഴ്സ് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക, തല ഉയർത്തി വെക്കുക. ഒരു സിമ്പിൾ സ്മൈൽ പോലും നിങ്ങളുടെ മുഖത്തെ പൂർണ്ണമായിട്ടും മാറ്റും. മേക്കപ്പ് ഒന്നുമില്ലെങ്കിലും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സ്മൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കൂടുതൽ സുന്ദരിയായിട്ട് തോന്നും. ഇവിടെ ആറ്റിറ്റ്യൂഡ് എന്നത് ഓവർ ആകുന്നതല്ല, ഞാൻ ആരാണോ അതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്നൊരു ഫീലാണ്. നിങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്താൽ, നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്താൽ അതേ കോൺഫിഡൻസ് നിങ്ങളുടെ മുഖത്തും ബോഡി ലാംഗ്വേജിലും കാണാം. ബ്യൂട്ടി എന്നത് പുറത്ത് കാണുന്നത് മാത്രമല്ല, അത് ഉള്ളിൽ നിന്ന് കൂടി വരേണ്ടതാണ്. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ നടപ്പിലും ചിരിയിലും സംസാരത്തിലുമെല്ലാം ഒരു എലഗൻസ് വരും. അതാണ് ആളുകൾ ആദ്യം കാണുന്നത്. അതാണ് യഥാർത്ഥ സൗന്ദര്യം. അതുകൊണ്ട് ഓർമ്മിക്കണം, കോൺഫിഡൻസ് ആണ് ഏറ്റവും വലിയ ബ്യൂട്ടി. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇന്ന് വരെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സഹിച്ചവരാണ്. ഒരുപാട് പേരുടെ സന്തോഷത്തിനായി നിങ്ങൾ ജീവിച്ചവരാണ്. പലപ്പോഴും നിങ്ങളുടെ ഇഷ്ടങ്ങൾ പോലും നിശബ്ദമായിട്ട് വിട്ടുകൊടുത്തവരാണ്. ഇനി മതി, ഈ സഹനങ്ങളുടെ ജീവിതം ഇത്രയും മതി. നിങ്ങളുടെ ജീവിതം ഒന്നും അവസാനിച്ചിട്ടില്ല, ഇനി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. പ്രായം കൂടുന്നത് കൊണ്ട് നിങ്ങളുടെ സൗന്ദര്യം കുറയുന്നുമൊന്നുമില്ല. അതൊരു പുതിയ രൂപത്തിലേക്ക് മാറുകയാണ്. കൂടുതൽ മെച്യൂർ, കൂടുതൽ എലഗൻറ്റ്, കൂടുതൽ വിലപ്പെട്ടതായിട്ട് മാറിത്തീരുകയാണ്. അതുകൊണ്ട് ഇനി കണ്ണാടിയിൽ നോക്കി ദുഃഖിച്ച് നിൽക്കരുത്. ഞാൻ ഇന്നും സുന്ദരിയാണെന്ന് കണ്ണാടിയിൽ നോക്കി പറയാൻ കഴിയണം. ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടി ജീവിച്ചു തുടങ്ങണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാരി ധരിക്കുക, നിങ്ങൾക്ക് സന്തോഷം തരുന്ന രീതിയിൽ നിങ്ങളെ സുന്ദരിയാക്കുക. കാരണം നിങ്ങൾ സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ മുഖത്ത് യഥാർത്ഥ ഗ്ലോ വരുന്നത്. ഓർമ്മിക്കണം, സൗന്ദര്യം എന്നത് പ്രായം കൊണ്ട് ഇല്ലാതാകുന്ന ഒന്നല്ല, അത് കെയർ കിട്ടുമ്പോൾ വീണ്ടും വിരിയുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങുക. നിങ്ങളെ നിങ്ങൾ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങുക. നാളെ കണ്ണാടിയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്നത്തെ നിങ്ങളെക്കാൾ കൂടുതൽ കോൺഫിഡൻ്റ് ആയ, കൂടുതൽ സുന്ദരിയായ ഒരു പുതിയ നിങ്ങളെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളൊന്ന് സാരി ഉടുത്തേ. പുതിയ സാരി വാങ്ങണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള നല്ലൊരു സാരി ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ഉടുക്കുകയാണെങ്കിൽ പണ്ടുടുത്തതുപോലെ ആയിരിക്കുകയില്ല, ഒരു പ്രത്യേക ഭംഗി, ഒരു പ്രത്യേക സൗന്ദര്യം നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.